ചില ആൾക്കാര് സ്വന്തം ഭാര്യന്റെ മുമ്പിൽ നിന്നൊക്കെ വാഷളാക്കി വിടും ഉമ്മാന. അല്ലാ, അതിന്റെ ഒക്കെ ശിക്ഷ എങ്ങനെ പറയാം? അവരെ കരുണയോടെ നോക്കുന്നത് തന്നെ ഹജ്ജ് ഉംറ ചെയ്ത കൂലിയാണ്. അതൊക്കെ ഉമ്മ പോയാൽ തീർന്നു. പിന്നെ യൂട്യൂബിൽ പ്രസംഗം ഉമ്മാനെ കുറിച്ച് കേട്ടിട്ട് കരയാന്നല്ലാണ്ട് വേറെ പരിഹാരമൊന്നും ഉണ്ടാവില്ല. ഉമ്മ ഉള്ള കാലത്ത് ഈ കൂലി മുഴുവനും വാരിക്കൂട്ടണം. നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തെ മുഴുവൻ ലൈറ്റും നമ്മുടെ കണ്ണിലുണ്ടെന്ന. ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനിയൊരു ലൈറ്റും നമ്മുടെ കണ്ണിലില്ല എന്ന്. വീട്ടിലെ CFL ഓഫ് ആക്കി എന്നല്ല, സൂര്യന് അസ്തമിച്ച പോലെയാണ്. ഇനി ഒരു പ്രശ്നം ആരോടെ പറയാ? ഒരു തണുപ്പുള്ള കൈ നമ്മുടെ നെറ്റിത്തടത്തിൽ വന്നിട്ട് പേടിക്കേണ്ട മോനെ, ഉമ്മയില്ലേ മോനിക്ക്, ഇങ്ങനെ പറയാൻ ഒരാളുണ്ടാകുന്ന അത്ര കാവൽ നമുക്ക് വേറെ കിട്ടും. വേറെ ആരോടാ ഇത് പറയാ? പനിയൊക്കെ വന്ന കാലത്ത്, കുഞ്ഞിളം കാലത്ത് ഉമ്മ ഇടക്കിടേ വരും നമ്മുടെ അടുത്ത്. നെറ്റിയിൽ ഇങ്ങനെ കുറവുണ്ടവന് അന്ന് രാത്രി